ഹലോ, നമുക്കിന്നൊരു മാല ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇതുപോലത്തെ കറുത്ത ബീഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ പാലൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിനൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അവസാനം ഇതല്ല കേട്ടോ ഉപയോഗിച്ചത്. അതെനിക്ക് പറ്റിയൊരു അബദ്ധത്തിൻ്റെ പേരിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് എടുത്തിട്ടുണ്ട്, ബാക്ക് ചെയിൻ, പിന്നെ ത്രെഡ്, പിന്നെ നൂല് ഇതിങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ നൂല് കിട്ടും കേട്ടോ. അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 സൂചിയിൽ കോർത്തെടുക്കണം. ഇതെൻ്റെ സ്വന്തം ഡിസൈനൊന്നും അല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബിലെ രാധാജിത്ത് എന്നുള്ള ചേച്ചിയുടെ ഡിസൈനാണ്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 നൂലിലും നമ്മൾ സൂചിയിലും നമ്മൾ നൂല് കോർത്തിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി നല്ല സെക്യൂറായിട്ടും നല്ല വൃത്തിയിലും മാല കിട്ടാനായിട്ട് നമ്മളിങ്ങനെ പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചേടാപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഈ എൻഡിലൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് നമ്മളിതുപോലെ സൂചിയിൽ ഇങ്ങനെ സൂചി ഇതിൽ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുക്കണം. ഈ മാല ഉണ്ടാക്കുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കൺഫ്യൂഷനാണോ എന്താണെന്നൊക്കെ അറിയാൻ പറ്റില്ല. ആകെ കൂടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൊരു മാലയാണ്. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ എല്ലാം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇപ്പം നമ്മളത് ചേടാപ്പെട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി കോർത്തിട്ട് എടുത്തതിന് ശേഷം അവിടെ ലാസ്റ്റ് വന്നിട്ട് നമ്മളത് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. നല്ല സെക്യൂർഡായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പശയും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിങ്ങനെ അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഇങ്ങനെ വരും കേട്ടോ. 2-3 കെട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പശയും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബ്ലാക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പല കളറിൽ ഇത് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ മാല നിങ്ങൾ എന്തായാലും കടയിലൊന്നും മേടിക്കാൻ കിട്ടില്ല. കാരണം അത്രയ്ക്കും വെറൈറ്റി മാലകളൊക്കെയാണ് ആ ചേച്ചി യൂട്യൂബിലൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. ഫ്രീ ആയിട്ടാണ് നമുക്കത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് അതൊരു വരുമാനം കൂടെയാണ് കേട്ടോ ഇത്. കാരണം നല്ലൊരു ബിസിനസ്സായിട്ട് എടുക്കാം. കാരണം നല്ല മാല കുട്ടികൾക്കും വലുതവർക്കും ഒക്കെ ഇതിടാം. അടിപൊളി മാലകളും വളകളും കമ്മലുകളും ഒക്കെ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഒരു സൂചിയിൽ ഒരു സൈഡിൽ 2 നമ്മുടെ ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ മുകളിലത്തെ ചേടാപ്പെട്ടിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം തുടക്കത്തിൽ എന്നെ പോലെയുള്ള ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്ന ചില ടിപ്സൊക്കെ ഉപകാരപ്പെടും. കാരണം എനിക്ക് അങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വല്ല ഡബിൾ സൈഡ് ടാപ്പിലൊക്കെ അത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് സെക്യൂറായിട്ട് ഇരിക്കും കേട്ടോ. 2 സൈഡിലും ഇതുപോലെ 2 ക്രിസ്റ്റൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒരെണ്ണത്തിൽ, അതായത് ഏതിലാണോ എടുക്കുന്നത് എപ്പോഴും ആ സൈഡിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കേണ്ട. ഒരു സൈഡിൽ നമ്മളിതുപോലെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 2 സൈഡിൽ ഇപ്പോൾ 2 ലെയർ ഇത് ക്രോസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അങ്ങനത്തെ മാലയാകുമ്പോൾ ഇങ്ങനെ വരും. അതല്ല നിങ്ങൾക്ക് 2 ലെയറിൽ ചെയ്യണമെങ്കിൽ ക്രോസ് ചെയ്യാതെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം കണ്ടു ഇങ്ങനെ എടുത്തിട്ട് ഈ ഗോൾഡൻ ബീഡ്, ഇപ്പോൾ മറ്റേ സൂചി ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ അത് ക്രോസിങ് ആവും. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ വരും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ. കാരണം ഞാൻ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. കണ്ട ഇങ്ങനെ വരും. ഇതെനിക്ക് ഇങ്ങനെ ഞാനത് ചിന്തിച്ചെന്ന് ഈ 2 സൂചിയുടെ ഇടയിൽ കൂടെ ഈ ഗോൾഡൻ ബീഡ് എടുത്താലും ഇങ്ങനെ വരുമല്ലോ. പിന്നെ ചെയ്ത് നോക്കില്ല കേട്ടോ. ഇനി ഒരു മാല ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. കണ്ടോ ഇങ്ങനെ ഒരു ക്രോസിങ് വരും. ഇത് നടുക്കിൽ വരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഉണ്ടോ ഇങ്ങനെ ക്രോസിങ് വരും. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ 2 ക്രിസ്റ്റൽ ബീഡ് ഇടുക, മറ്റേ സൈഡിൽ 2 ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡും കൂടെ ഇട്ടിട്ട് അത് ക്രോസ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനത് കുറച്ചാണ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് തരാം. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ കണ്ടോ, ഇത് മര്യാദയ്ക്ക് പിടിക്കുകയാണെങ്കിൽ അതൊക്കെ കറക്റ്റ് വരും. എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ആകെ നൂലാകെ പെടഞ്ഞ് വരുന്നത്. അപ്പോൾ അത് കണ്ട ഞാൻ കുറച്ചങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ നേരത്തെ പരിശ്രമം കൊണ്ടാണ് കേട്ടോ ഇത്രയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ ചെയ്യുക നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ട്. ഒരു 12 നേരം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്റ്റൽ ബീഡും ഇതും ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്ത് വെച്ചാൽ ഒരു സൈഡിൽ 2 ക്രിസ്റ്റൽ ബീഡും ഒരു ഗോൾഡൻ ബീഡും ഇട്ടു. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഗോൾഡൻ ബീഡും പിന്നെ ഞാൻ ഇട്ടത് ഈ നമ്മുടെ
പാലക്കയുടെ ലോക്കറ്റാണ്. അത് പക്ഷേ ഉണ്ടല്ലോ, ഞാൻ രണ്ട് ഹോളുണ്ട് ആ പാലക്കയുടെ ലോക്കറ്റിന്. മുകളിലത്തെ ഹോളിൽ കൂടെ സൂചി കയറുന്നില്ല, എന്ത് ചെയ്തിട്ട് അത് കയറുന്നില്ല കേട്ടാ. പിന്നെ താഴത്തെ ഹോളിൽ കൂടെ ഇട്ടപ്പോൾ, രണ്ട് ഹോളിൽ കൂടെ ഇട്ടപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവണില്ല. അപ്പോൾ ആകെ അത് തക്കടും ഒരു എന്തോ ഒരു പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഇനി ഇത് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അതെല്ലാം അഴിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനത് സെയിം തന്നെ പാലക്കയിൽ ചെയ്തു, കണ്ടോ. സെയിം തന്നെ മുകളിൽ 2 ക്രിസ്റ്റൽ, ഒരു ഗോൾഡ്, താഴെ ഒരു ബ്ലാക്ക്, പിന്നെ ഈ കാശിൻ്റെ ലോക്കറ്റ്, പിന്നെ ഒരു വീണ്ടും ഈ മറ്റേ നമ്മളെ കറുത്ത മുത്തിൽ അതിട്ടിട്ട് ക്രോസ് ചെയ്യുക. ഒരു ലോക്കറ്റ് കഴിഞ്ഞ് 2 പ്രാവശ്യം 2 ബീഡും കൂടെ ഞാൻ ചെയ്തിട്ടാണ് പിന്നെ ഓരോ ലോക്കറ്റ് ഇട്ടത്. കാരണം വെച്ചാൽ എൻ്റെ ആകെ 4 ലോക്കറ്റേ കാശിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സെയിം തന്നെ ഇപ്പറേ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് എണ്ണം തന്നെ വരണം, എന്നാലേ കറക്റ്റ് മാല അത് കിടക്കുള്ളൂ. അപ്പോൾ 4 ലോക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്ര. ഇത് കുറേ ലോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര ഗ്യാപ്പ് ഇടണമെന്നില്ല. നിങ്ങൾക്ക് ഓരോന്ന് കഴിയും തോറും ഇടുവാണെങ്കിൽ നല്ല രസത്തിൽ നല്ല അടിപൊളി നെക്ലേസ് ആയിട്ട് എടുക്കാം കേട്ടോ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതോരെണ്ണം ഇട്ടാൽ മതി, അടിപൊളിയായിരിക്കും. ലാസ്റ്റ് പിന്നെ ഇതുപോലെ തന്നെ ചേടാപ്പട്ടിയുടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ അവിടെയും കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെയാണോ കറക്റ്റാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കെട്ടിട്ടാൽ പിന്നെ അത് അയച്ചു കഴിഞ്ഞാൽ മൊത്തം പിന്നെയും പണിയെടുക്കേണ്ടി വരും. അപ്പം ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഞാൻ എന്തൊക്കെയോ അല്ലേ പറഞ്ഞ് ചെയ്തും കൂട്ടിയത്. നിങ്ങൾക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. വേറൊരു കളറ് ബീഡിൽ ഇതെന്തായാലും ചെയ്ത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. കാരണം ഇതിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. അവസാനം ഞാൻ എങ്ങനെയോ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കുറേ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ബാക്ക് ചെയിൻ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ത്രെഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യട്ടെ. എനിക്ക് ത്രെഡാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ത്രെഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ആയാലോ.